ഹായ്, എൻ്റെ പേര് ഷിഡ്ലി ജോസഫ്. ഞാൻ കോഴിക്കോട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ UK നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവിന് വേണ്ടിയാണ് നാട്ടിൽ വന്നത്. അപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് നാട്ടിൽ വന്ന സമയത്തോട്ട് ഞാനൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റ് നാറ്റൽ കെയർ എവിടെ കിട്ടുമെന്ന് ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്യുമ്പോഴെല്ലാം എനിക്ക് ഒത്തിരി നിയർ ബൈ ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഈസി ആക്സസ് ആയിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കടന്നിരുന്ന ഒരു ഹോസ്പിറ്റലാണ് ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ. അപ്പോൾ എനിക്കത് കയറി ഞാൻ കുറേ റിവ്യൂസ് ഒക്കെ നോക്കി, പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. അതനുസരിച്ചാണ് ഞാനിവിടെ വന്നതും. അപ്പം ഞാൻ വാട്സപ്പ് വഴിയാണ് ആദ്യമായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാ അവൈലബിൾ ആയിട്ടുള്ള പാക്കേജസും കെയറും ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും അതിൽ നിന്ന് തന്നെ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ് എനിക്ക് കിട്ടിയത്. അതിൽ നിന്ന് ഞാൻ എന്നോട് പറഞ്ഞൊരു ഡെലിവറി കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാൻ, അതനുസരിച്ച് ഞാൻ കോൺടാക്ട് ചെയ്യുകയും ഈ മന്ത് 11th തൊട്ടാണ് എൻ്റെ 10th തൊട്ടാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് എൻ്റെ പോസ്റ്റ് പാർട്ടാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം എൻ്റെ ശരീരമൊക്കെ നല്ല സ്വെല്ലിങ്ങും അതിൻ്റെ ബുദ്ധിമുട്ടുകളും പിന്നെ ദേഹം മുഴുവൻ നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ റിക്കവർ ആവുന്നൊരു സ്ട്രെസ്സായിരുന്നു ഞാൻ. ഇവിടെ വന്ന് ആദ്യത്തെ ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഞാൻ ഈ ഹോസ്പിറ്റലിൽ റെക്കമെൻഡ് ചെയ്യും. കാരണം എനിക്ക് അതിൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. എനിക്ക് കുറച്ചും കൂടെ ട്രീറ്റ്മെന്റ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ എനിക്ക് തിരിച്ചു പോകാൻ അധികം ഡേയ്സ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നത്. പിന്നെ ഇവിടുത്തെ എസ്പെഷ്യലി പറയാനുള്ള ഡോക്ടേഴ്സ് അതുപോലെ സ്റ്റാഫും നല്ലൊരു റിലേഷൻഷിപ്പ് ആണ് പേഷ്യൻസുമായിട്ട്. നല്ലൊരു അപ്പോർട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തു വരുന്നത്. നല്ലൊരു കമ്മ്യൂണിക്കേഷനും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫീൽ അറ്റ് ഹോം ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. റിയലി താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് കെയർ. താങ്ക് യു ഓൾ.